അന്തസ്സാര വൃക്ഷങ്ങൾ, അതായത് കാതൽ പ്രധാനമായിട്ടുള്ള അതിൻ്റെ തടി കൊണ്ടാണ് അതിന് ഉപയോഗം. ഇപ്പോൾ തേക്ക്, ചന്ദനം, വീട്ടി, കരിമരം ഇങ്ങനെയുള്ള മരങ്ങളിൽ ഇതിൻ്റെ തടിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ വിഷവൃക്ഷങ്ങൾ എന്ന് പറയുന്ന ചില തീക്ഷ്ണ പ്രയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചേർക്കുരു ഇങ്ങനെയുള്ള ചില വൃക്ഷങ്ങളുണ്ട്. അവകളുടെ ദുർഭഗ വൃക്ഷങ്ങൾ, വിഷവൃക്ഷങ്ങൾ എന്ന് പറയുന്നൊരു വിഭാഗത്തിൽ പെടുന്നുണ്ട്. അതേപോലെ ക്ഷീരവൃക്ഷങ്ങൾ, അത്തി, ഇത്തി, ആല്, അരയാൽ ഇതെല്ലാം ക്ഷീരപ്രധാനമായിട്ടുള്ള വൃക്ഷങ്ങളാണ്. അതിൽ ഇതിൻ്റെ പാല് കൊണ്ട്, ഈ മരത്തിൽ നിന്നുണ്ടാവുന്ന കറ കൊണ്ടും അതിന് വലിയൊരു ഉപയോഗമുണ്ട് അത്ര. അതിൻ്റെ തോല്, വേര് ഇതിലെല്ലാം അതിൻ്റെ ഈ ക്ഷീരാംശം ആണ് അതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് ക്ഷീരവൃക്ഷങ്ങൾ എന്ന് പറയും. അതേപോലെ മുള്ള് പ്രധാനമായിട്ടുള്ള വൃക്ഷങ്ങൾ, കരിങ്ങാലി, വന്നി, കൂവളം ഇങ്ങനെയുള്ള മുള്ളുകൾ പ്രധാനമായിട്ടുള്ള വൃക്ഷങ്ങൾ അത് അന്തരീക്ഷത്തിൻ്റെ ഈ ഈർപ്പത്തിൻ്റെ അവസ്ഥേനെ തന്നെ നിയന്ത്രിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ മുള്ളുള്ള വൃക്ഷങ്ങൾ അധികം ഈ ഉഷ്ണപ്രദേശങ്ങളിലാണ് ഉണ്ടാകുന്നത്. കള്ളി അങ്ങനെയുള്ള വൃക്ഷങ്ങൾക്കല്ല, അത് എത്ര ചെറിയ ജലാംശം ഉണ്ടെങ്കിലും വലിച്ചെടുത്തിട്ട് അന്തരീക്ഷത്തിലേക്ക് പ്രാണവായുവിനെ വേണ്ടത്ര കൊടുക്കാൻ ശക്തിയുള്ള വൃക്ഷങ്ങളാണത്ര മുള്ളുള്ള വൃക്ഷങ്ങൾ. ഫലവൃക്ഷമായാലും വിഫലവൃക്ഷമായാലും പുഷ്പവൃക്ഷമായാലും ഇത് പ്രാണികൾക്കും അതുപോലെ മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും വളരെയധികം ഉപയോഗപ്പെടുന്നതാണ് എല്ലാ തരത്തിലുള്ള വൃക്ഷങ്ങളും. അതുകൊണ്ട് തന്നെ വൃക്ഷം നമ്മുടെ അമ്മയ്ക്ക് തുല്യമാണ്. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന് പൂവ് പൊട്ടിച്ചു. കവിതകളിലും പുരാണങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂവാണ് താമരപ്പൂവ്. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂ. കോമള താമര പൂവാണോ ഈ താരിളം പൈതൽ എന്നാണ് സ്വാതിരുനാൾ മഹാരാജാവിനെക്കുറിച്ച് ഇരയിമ്മൻ തമ്പി ഈ താരാട്ടിലൂടെ ചോദിക്കുന്നത്. അങ്ങനെ കവിഹൃദയത്തെയും കാമുക ഹൃദയത്തെയും ഒരേപോലെ മോഹിപ്പിക്കുന്ന ഒരു സുന്ദരമായ പൂവിനെക്കുറിച്ചാണ് ഇന്നത്തെ ജീവധാരയിൽ പറയാൻ. വൈദ്യത്തിൻ്റെ നാട്ടുപാരമ്പര്യത്തിൽ നിന്നാണ് ആയുർവേദം വികാസം പ്രാപിച്ചത്. കണ്ടും കേട്ടും ചികിത്സിച്ചുമുള്ള അനുഭവങ്ങളിലൂടെയാണ് ഒരു ആയുർവേദ ചികിത്സകൻ രക്ഷകനായിത്തീരുന്നത്. ഇത് ഡോക്ടർ KR രാമൻ നമ്പൂതിരി. തൃശ്ശൂരിലെ അയ്യന്തോളിൽ അനേകരുടെ ജീവിത ദുഃഖങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ ഔഷധഗണങ്ങൾ പകർന്നുകൊണ്ട് ആയുർവേദത്തിൻ്റെ വിശുദ്ധ പാരമ്പര്യം കാക്കുന്ന വൈദ്യശ്രേഷ്ഠൻ. മാത്രമല്ല, ആയുർവേദത്തെക്കുറിച്ചുള്ള അറിവുകൾ പകരുന്ന നിരവധി പുസ്തകങ്ങളിലൂടെയും ആരോഗ്യമാസികകളിലൂടെയും ഡോക്ടർ KR രാമൻ നമ്പൂതിരി കേരളത്തിനകത്തും പുറത്തും പ്രസിദ്ധനാണ്. ഹൃദയത്തോട് ആണ് താമരയെ സുശ്രുതൻ ഉപമിച്ചിട്ടുള്ളത്.
പുണ്ടരീകേണ സദൃശം ഹൃദയം സ്യാൽ അധോമുഖം. താമരപ്പൂവ് കെട്ടിത്തൂക്കിയ പോലെയാണ് ഹൃദയത്തിൻ്റെ സ്ഥിതി എന്നാണ് അദ്ദേഹം പറയുന്നത്. പൂജാരി ഓം ഹൃദയായ നമഃ എന്ന ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് താമരയെ കാണിക്കുന്നു. അത് ഹൃദയത്തിൻ്റെ ഇത് അയോർട്ട എന്നുള്ള നിലയ്ക്കാണ് മഹാധമനിയായിട്ടാണ് ഇങ്ങനെ വെച്ച് കാണിക്കുന്നത്. ഇങ്ങനെ ഹൃദയം താമര ആയുർവേദത്തിൻ്റെ ഒരു ഹൃദയമാണ് എന്നുള്ള നിലയ്ക്കാണ് താമരയെ നമ്മൾ താമരയെപ്പോലെ ജല ഇവ എന്നൊരു വരി പോകുന്നത് സൂചിപ്പിക്കാനാണ്. താമര ഇല വെള്ളത്തിൽ തന്നെ നിൽക്കുമ്പോഴും അതിൽ വെള്ളത്തിൽ സ്പർശനം ഉണ്ടാവുന്നില്ല. സമഗ്രമായ ജീവിതത്തിൽ ഒന്നിനോടും പരിധിക്കപ്പുറം ബന്ധമുണ്ടാകരുത് എന്ന് പറയുന്നതിൻ്റെ തത്വശാസ്ത്രം വിവരിക്കാൻ താമരയാണ് ഉപയോഗിക്കുക. ചെളിയിൽ നിന്ന് ഉയർന്നു വരുന്ന താമരയിൽ ചെളിയുടെ ഒരംശവുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തിന്മ നിറഞ്ഞ ഗ്രഹത്തിൽ ജനിക്കുന്നവനും തിന്മ നിറഞ്ഞവരുടെ കൂട്ടത്തിൽ നിന്ന് വളരുന്നവർക്കുമെല്ലാം തിന്മയുണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്ന് സൂചിപ്പിക്കാനും താമരയാണ് ഉപയോഗിക്കുക.